എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ കോവിഡ് മരണവും പാരസിറ്റമോളും എന്ന വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. COVID-19 എന്നാൽ ന്യൂമോണിയയാണ് എന്ന കാര്യം ആദ്യമേ പറയട്ടെ. അതായത് COVID-19 എന്നാൽ ശ്വാസകോശത്തിലെ നീർക്കെട്ടാണ്. പാരസിറ്റമോളിൻ്റെ ഉപയോഗം കോവിഡ് മരണം കുറച്ചോ അതോ കൂട്ടിയോ എന്ന കാര്യമാണ് നാം ഇന്ന് പരിശോധിക്കുന്നത്. അതിന് ആദ്യമായിട്ട് എന്താണ് COVID-19 എന്നറിയണം. COVID-19 ആദ്യം വിളിച്ചിരുന്നത് കൊറോണ വൈറസ് ബാധിച്ച ശ്വാസകോശത്തിലെ നീർക്കെട്ട് എന്നാണ്. ലോകാരോഗ്യ സംഘടന പിന്നീട് കൊറോണ വൈറസ് രോഗം 2019 എന്ന് പേര് മാറ്റുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ ചുരുക്കപ്പേരാണ് COVID-19. കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ കഴിച്ച ഒരു മരുന്നാണ് പാരസിറ്റമോൾ. നിങ്ങൾക്കറിയാം, അന്ന് ആശുപത്രികളൊന്നും പ്രവർത്തിക്കേണ്ടായിരുന്നില്ല. അപ്പോൾ ആശാ വർക്കർമാരും ആരോഗ്യ പ്രവർത്തകരുമാണ് പാരസിറ്റമോൾ നൽകിയിരുന്നത്. പാരസിറ്റമോൾ വിതരണം ചെയ്ത ആർക്കും തന്നെ പാരസിറ്റമോളിൻ്റെ ദോഷം എന്താണെന്ന് അറിയില്ലായിരുന്നു. കൂടാതെ പാരസിറ്റമോൾ ഇല്ലാതാക്കുന്ന പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 എന്നതിൻ്റെ പ്രവർത്തനവും ഗുണവും എന്താണെന്ന് അവർക്ക് അറിവില്ലാതെയാണ് പാരസിറ്റമോൾ വീടാന്തരം വിതരണം ചെയ്തത്. പാരസിറ്റമോളിൻ്റെ ദോഷവും പ്രോസ്റ്റാഗ്ലാൻഡിൻ E2ൻ്റെ ഗുണവും തിരിച്ചറിയാൻ കഴിയാത്തവർ രോഗികൾ അവരോട് പറയാണ്, ഞങ്ങൾക്ക് പനിയും ശ്വാസതടസ്സവും ഉണ്ടെന്ന് പറയുമ്പോൾ പാരസിറ്റമോൾ ഇതെല്ലാം ഇല്ലാതാക്കുമെന്ന് സ്വയം തെറ്റിദ്ധരിക്കുകയും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത് പനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും ഈ പാരസിറ്റമോൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരുന്നു. ഫലമോ ഇതുമൂലം ശ്വാസകോശത്തിൽ വളരെയധികം നീർക്കെട്ട് കൂടിയവരും പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറഞ്ഞവരും വൈകാതെ തന്നെ മരണപ്പെട്ടു. സ്വയം സുഖപ്പെടുമായിരുന്ന രോഗങ്ങൾ പോലും പാരസിറ്റമോളിൻ്റെ ഉപയോഗം മൂലം ശ്വാസകോശത്തിലെ നീർക്കെട്ട് കൂടാനും മരണപ്പെടാനും കാരണമായി. 2020-ലും 2021-ലും പാരസിറ്റമോൾ കഴിച്ചത് മൂലം ശ്വാസം കിട്ടാതെ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ച് നിരവധി രോഗികൾ എന്നെ ഫോണിൽ വിളിച്ചു. ഈ രോഗികളെല്ലാം നിരവധി ഡോസ് പാരസിറ്റമോൾ കഴിച്ചതിനാൽ COVID-19 ഉണ്ടായത് നീർക്കെട്ട് കൂടിയിട്ടാണ്. വീണ്ടും നീർക്കെട്ട് കൂട്ടുന്ന പാരസിറ്റമോൾ കഴിച്ചത് മൂലം ഇവരെ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. കൂടാതെ കോവിഡിനെതിരെ പറയുന്നവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കി വന്ന് ആരോഗ്യവകുപ്പും മന്ത്രിയും പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു. പിന്നീട് അവരിൽ പലരും മരിച്ചു. COVID-19 പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തവർക്ക് പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ കൂടെ പാരസിറ്റമോളും നൽകിയിരുന്നു. പ്രതിരോധ കുത്തിവയ്പ്പിന് ശേഷം മിക്കവർക്കും പനിയുണ്ടായി. പനിയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആശാ വർക്കർമാർ വീടാനന്തരം പാരസിറ്റമോൾ വിതരണം ചെയ്തു. ഫലമോ നീർക്കെട്ട് കൂടിയിരിക്കുന്ന ഇവർക്ക് വീണ്ടും നീർക്കെട്ട് കൂടി അങ്ങനെ പലരും മരിച്ചു. ശ്വാസകോശത്തിലെ നീർക്കെട്ട് കൂട്ടുന്ന COVID-19 വീണ്ടും നീർക്കെട്ട് കൂട്ടുന്ന പാരസിറ്റമോളാണ് നൽകിയത്. ഇതാണ് ലോകത്തെമ്പാടും മരണം കൂട്ടാനുണ്ടായ കാരണം. പ്രതിരോധ കുത്തിവയ്പ്പിന് ശേഷം പനിക്കുന്നത് എന്തിനാണ് എന്ന വിഷയമാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യും. അതുവരെ തൽക്കാലം വിടാം.